ഞാനൊരു പരാതി വായിക്കാം. 11 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അതിലൊന്ന് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയാണ്. അവർ KPCCക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും നൽകിയ ഒരു പരാതിയുടെ പകർപ്പ് ഞാനതൊന്ന് ചില വാചകങ്ങൾ വായിക്കാം. ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകൾ സമക്ഷം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് നൽകുന്ന പരാതി. വിഷയം: വയനാട് ദുരന്തബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ വെക്കുന്നതിന്റെ ഭാഗമായി ഫണ്ട് കളക്ഷന് വേണ്ടി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ച് സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഫണ്ട് കളക്ഷന്റെ ഭാഗമായി കാട്ടാക്കടയിലും വിവിധ തലങ്ങളിൽ ഫണ്ട് കളക്ഷനും ബിരിയാണി ചലഞ്ചും നടത്തുകയുണ്ടായി. ബിരിയാണി ചലഞ്ച് നടത്തുന്നതിനായി ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ അരി ഉൾപ്പെടെ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുകയും ചെയ്തു. ഏകദേശം 12,000-ലധികം ബിരിയാണി ഒന്നിന് 120 രൂപ വെച്ച് കാട്ടാക്കട അസംബ്ലിയിലെ 6 മണ്ഡലങ്ങളിലായി വിൽക്കുകയും മണ്ഡലം പ്രസിഡന്റുമാരും മറ്റു ഭാരവാഹികളും ആയതിന്റെ തുക നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ കൈപ്പറ്റിയ തുക സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയതായി കാണുന്നില്ല. ബിരിയാണി ചലഞ്ച് നടത്തിയതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നതിനായി കമ്മിറ്റി വിളിക്കാൻ ഞങ്ങളിൽ പല ഭാരവാഹികളും ആവശ്യപ്പെട്ടെങ്കിലും ആയതിനു ശേഷം ഇതിനായി ഒരു കമ്മിറ്റി പോലും വിളിച്ചിട്ടുമില്ല. ആ പരാതി വീണ്ടും തുടരുന്നുണ്ട്. പ്രസക്ത ഭാഗങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ 120 രൂപ നിരക്കിൽ 1200-ലധികം ബിരിയാണി എത്ര രൂപ പിരിഞ്ഞു കിട്ടിക്കാണും ശ്രീ റജി? ആ പിരിഞ്ഞു കിട്ടിയ തുക സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല. അത് മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ മുക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടെ വിയർപ്പൊഴുക്കി പണിയെടുത്ത മനുഷ്യർ, ആ ഫണ്ട് പിരിവിന് വേണ്ടി പണിയെടുത്ത മനുഷ്യർ പറയുകയാണ്. ഇതിൽ കൂടുതൽ ആരാണിനി യൂത്ത് കോൺഗ്രസ് ഫണ്ട് മുക്കിയെന്ന് പറയേണ്ടത്? നോക്കൂ, നിങ്ങൾ ഇതിൽ ആർക്കാണ് കണക്ക് അറിയേണ്ടത്? അവർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടാൽ അവർക്ക് ആ കണക്കിന്റെ A to Z ലഭ്യമാക്കാൻ അവർ സദാ സന്നദ്ധരാണ്. ചോദ്യമാണിത്. യൂത്ത് കോൺഗ്രസ് കാട്ടാക്കടയിലെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് നേതാവിനും അധ്യക്ഷനും KPCC പ്രസിഡന്റിനും ഈ കണക്ക് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ 11 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി വന്നല്ലോ. ആ നടപടി വന്ന മാത്രയിൽ ആദ്യഘട്ടത്തിൽ നടപടി നേരിട്ടവരും അവരെ അനുകൂലിക്കുന്നവരും ഉയർത്തിയ ആക്ഷേപം, ഇതിനു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ചേർന്നിരുന്നല്ലോ, ആ കമ്മിറ്റിയിലാണല്ലോ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നം ഉയർന്നത്. താങ്കൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളല്ല ഈ ഫണ്ട് എവിടെ എന്ന ചോദ്യം ആദ്യം ഉയർത്തിയത്, അത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ചോദ്യം ഉയർത്തിയവരെയാണ് തെരഞ്ഞു പിടിച്ച് നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപം. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ വിഷയമാണ്. പക്ഷേ നടപടി നേരിട്ട അതേ കമ്മിറ്റിയിലുള്ള ആളുകൾ ഞങ്ങൾ പിരിച്ച തുക മുക്കിയിട്ടുണ്ട് എന്നതാ പറയുകയാണ്. പരാതിയുടെ പകർപ്പ് നമ്മളിപ്പോൾ സ്ക്രീനിൽ അത് കണ്ടു. അപ്പോൾ താങ്കൾ ചോദിക്കുന്നു, ആരാണ് ഇതിൽ കണക്കുകൾ അറിയിക്കാത്തത്? ആർക്കാണ് അറിയേണ്ടത്? അറിയേണ്ടവർ ചോദിച്ചതാണ്. അതിന്റെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായും അത് ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് ഈ കണക്ക് കാട്ടുന്നതിൽ ഒരു തരത്തിലുള്ള വൈമനസ്യവുമില്ല. ഇതിൽ ഒരു പൈസയുടെ ഒരു അവ്യക്തതയില്ല. ഇതിൽ ഈ പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ, ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പരാതി കൊടുക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, DYFI സംബന്ധിച്ച് അതിന്റെ മെമ്പർമാർ പരാതി കൊടുക്കില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പരാതിയെ പർവ്വതീകരിച്ച് കാട്ടിക്കൊണ്ട് ഒരു സംഘടനയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയോ വിമർശനത്തിന്റെ ശരങ്ങളേൽക്കാനായി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത്. നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വീടുകൾ അവർ നിർമ്മിച്ചു നൽകാനുള്ള തുക കൈമാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുന്നു കണക്കുണ്ട്, രേഖയുണ്ട്. ഇതാണോ ആ രേഖ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതിനപ്പുറം ഒരു രേഖയും ഇല്ല. രാഹുൽ മാങ്കുടത്തിൽ പറയുന്നത് എന്താണ്? 88 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു, 1 രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ബാങ്ക് അക്കൗണ്ടിൽ വന്ന തുക വിഡ്രോ ചെയ്ത് അത് ധൂർത്തടിച്ച് മുക്കാനുള്ള ബുദ്ധി, അത്രമാത്രമൊക്കെ ബുദ്ധി രാഹുൽ മാങ്കുടത്തിൽ ഉണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കുടത്തിൽ എങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവിടെയല്ല പ്രശ്നം, ഈ പിരിച്ചത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി അതെങ്ങനെ നമ്മുടെയൊക്കെ പ്രശ്നമാകുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ച് നടത്തുമ്പോൾ അതിന്റെ കോസ് എന്താണ്? വയനാട് ദുരന്തം പോലെ സർവ്വവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരാണ്. അപ്പോൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, അതാരോ ആയിക്കോട്ടെ, അവർ ഇങ്ങനെയുള്ള ചലഞ്ചൊക്കെ നടത്തുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിന്റെ അല്ലേ, അത് CPM-ന്റെ അല്ലേ, നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും കരുതില്ല. അപ്പോൾ ഒരുപക്ഷെ ഞാനോ നിങ്ങളോ CPM-കാരോ അങ്ങനെ ആരുമൊക്കെയോ നൽകിയിട്ടുള്ള തുക ഈ സംഭാവനയിൽ ഉണ്ടായിരുന്നു. ആ തുകയാണ് ആ മനുഷ്യരുടെ കയ്യിൽ എത്താത്തത്. അവിടെയാണ് റജി പ്രശ്നം. അപ്പോൾ ഇത് നമ്മളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. മറുപടി പറയേണ്ടി വരില്ലേ?
ശ്രീമതി അസിത, ഈ ദുരന്തബാധിതരുടെ പക്കൽ തുക എത്താത്തതാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതിനു വേണ്ടി ലഭിച്ച 756 കോടി രൂപ അവിടെ കിടപ്പുണ്ട്. കർണാടകത്തിന്റെ മുഖ്യമന്ത്രി 100 കോടി രൂപ അനുവദിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നിന്നൊരു റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു? കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് ആയാലും ഏത് സംഘടനയായാലും മാനുഷിക പരിഗണനകൾ വെച്ച് ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ രംഗത്ത് വരുമ്പോൾ അവരെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് അവരെന്തോ തട്ടിപ്പ് നടത്തുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനിക്കുന്നത് ആ സംഘടനയുടെ പ്രവർത്തനത്തെയും അതിന്റെ ധീരതയും അതിന്റെ സമരവീരത്തെയും നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. ശ്രീ റെജി, നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസ് ഫണ്ട് മുക്കിയെന്ന് ആരോപിച്ചത് മാധ്യമങ്ങളല്ല, കൈരളി പ്രത്യേകിച്ചുമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അതിനുള്ളിൽ നിന്നുള്ളവരാണ് ഇത് ചോദിക്കുന്നത്. ആ പിരിച്ച തുകയുടെ നോവ് ആ മനുഷ്യർക്കും ഉണ്ടാകും. കാരണം ഈ ദുരിതത്തിൽ പെട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള വേവലാതി എല്ലാവർക്കും ഒരുപോലെ ആകില്ലല്ലോ. അതുള്ളവരാണ് ചോദിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു ദുരിതാശ്വാസ നിധിയിൽ പണമുണ്ട്, മറ്റ് വഴികളൊക്കെ ഉണ്ട്, അപ്പോൾ അത് മതി പുനരധിവാസത്തിന് എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പിരിവ് നടത്തിയതെന്നൊക്കെയുള്ള ചോദ്യം അവിടെയുണ്ട്. ഞാൻ മടങ്ങി വരാം.